ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും ആയിരം നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഈ ആൾത്താരയിൽ കയറി രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അതിന് ഇടയാക്കിയ ദൈവത്തിന് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ പ്രധാനമായും 2 സാക്ഷ്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ്. ചേട്ടൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാവാം, ഒരു ചെറുപ്പകാലത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു 10 വയസ്സ് മുതലൊക്കെ 10 വയസ്സ് മുതൽ മദ്യപാനത്തിന് അടിമയായി തുടങ്ങിയതാണ്. ഞങ്ങളുടെ ഇപ്പോൾ 54 വയസ്സായ ചേട്ടായിക്ക് ഇത്രയും നാളും നല്ല മദ്യപാനവും അതോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ പേര് ജെസ്സി വർഗീസ്. ഞാൻ കമ്മന സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. ഞാൻ 2020 ജനുവരി മാസമാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാൻ ചേട്ടായിയുടെ മദ്യപാനമാണ് ഒരു നിയോഗമായിട്ട് വെച്ചത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ്റെ ജോലി കാര്യങ്ങളൊക്കെ വെച്ചു. അതൊക്കെ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടി. ഞാൻ അതിൻ്റെ സാക്ഷിയൊക്കെ ഇവിടെ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തു, പുതുക്കി, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ചേട്ടായിൻ്റെ മദ്യപാനം മാത്രം മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ മറ്റുള്ളവർ ചെറുതായിട്ടെങ്കിലും ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. കാരണം ജെസ്സി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ ഉടമ്പടി പുതുക്കുന്നുണ്ട് കൃത്യമായിട്ട്, പക്ഷേ അവൻ മദ്യപാനത്തിന് തന്നെ അടിമയായി ജീവിക്കുകയാണല്ലോ എന്ന് എനിക്കതെൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിൽ തന്നെയും ഞാനത് കാര്യമാക്കിയില്ല. കാരണം അമ്മ എനിക്ക് എൻ്റെ നിയോഗം സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ദിവസവും വയനാട്ടിൽ നിന്ന് ഇവിടെയായിട്ട് വണ്ടി കയറി വരുമ്പോൾ ഒരു പകുതി വഴിയെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ വരാറുള്ളത്. കാരണം ഞാനും എൻ്റെ ചേട്ടായി മാത്രമാണ് വീട്ടിലുള്ളത്. മക്കളൊക്കെ, മോള് വിവാഹം കഴിഞ്ഞ് വേറെ വീട്ടിലാണ്, മോൻ ജോലിയായിട്ട് പുറത്താണ്. അപ്പോൾ എനിക്ക് വീടൊന്ന് ഏൽപ്പിച്ചിട്ടൊന്ന് വരാൻ, കാരണം ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് കയറുന്നതാണ്, 2 ദിവസം കൊണ്ടാണ് വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോരാൻ പോലും എനിക്ക് വീട്ടിൽ ആരും ഉണ്ടാവില്ല, കാരണം ചേട്ടായി വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ വീടും പോറ്റി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് മദ്യപിച്ച് വരുന്ന ഓരോ സമയത്തും എന്നിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് മുതൽ. കാരണം എല്ലാവരെയും പോലെ മദ്യപിച്ച് ഭർത്താക്കന്മാർ വരുമ്പോൾ ഞാനും ചെറുതായിട്ടെങ്കിലും എൻ്റെ വിഷമം കൊണ്ടോ ദുഃഖം കൊണ്ടോ ഒക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ടതുപോലെ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ചേട്ടായിനോട് പറയാൻ എൻ്റെ നാവ് പൊന്തില്ലായിരുന്നു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഞാൻ മുട്ടയിൽ നിന്ന് 50-100 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലും. അല്ലെങ്കിൽ ജപമാല, ഓർത്തഡോക്സ് വിശ്വാസി ആയതുകൊണ്ട് ഞങ്ങൾ ജപമാല ചെല്ലാറില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഇവിടെയായിട്ട് വന്ന ഒരു RCയിലെ ഒരു ചേച്ചി എനിക്ക് ജപമാല പൂർണ്ണമായിട്ടും പറഞ്ഞു തന്നു. ഇപ്പോൾ എനിക്ക് എന്ത് ദുഃഖം വന്നാലും അല്ലെങ്കിൽ ആരെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം സമ്പൂർണ്ണ ജപമാലയെ ചൊല്ലുന്നത്. ഒരു ജപമാല ചൊല്ലിയാലൊന്നും എൻ്റെ പ്രയാസം മാറില്ല. എനിക്ക് വിശ്വാസം മുഴുവൻ സമ്പൂർണ്ണ ജപമാലയിലായിരുന്നു. ഞാൻ സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ആ ആവശ്യം സാധിക്കും, എൻ്റെ കാര്യങ്ങൾ സാധിക്കുമെന്ന്. എന്തായാലും 2022 ഒക്ടോബർ മാസം ജപമാല റാലിക്കാണ് എൻ്റെ കൂടെ ആദ്യമായിട്ട് ചേട്ടായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അന്ന് ജപമാല റാലിയിൽ ആദ്യമായിട്ട് ഞാനും പങ്കെടുക്കുക. കാരണം എനിക്ക് പള്ളിയിൽ കയറാൻ കഴിയുമോ അറിയത്തില്ല, റോട്ടിൽ വന്ന് അന്നേരം തന്നെ ജപമാലയ്ക്ക് പോകുകയാണോന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പള്ളി തുറന്നു കിടക്കുന്നുണ്ട്. ഞാൻ ചേട്ടനെ കൈ പിടിച്ചുകൊണ്ട്, ഭയങ്കര തിരക്കായിരുന്നു, ഞാൻ അവിടുന്ന് വലിച്ചു കൊണ്ടുവന്ന് ഈ ആൾത്താരയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും സാധിക്കുള്ളൂ, ഞാനിത് അമ്മേൻ്റെ കയ്യിലേക്ക് എൻ്റെ ചേട്ടനെ തരിക, ഇനി മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ജപമാല റാലി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ സംഭവം ഉണ്ടായി. കാരണം ഞാൻ ജപമാല റാലി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കാണുന്നില്ല, ഭയങ്കര തിക്കും തിരക്കുമായിട്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നേക്കാൾ മുമ്പേ ജപമാല റാലിയിൽ പങ്കെടുത്ത് അവിടെ എത്തിയിരിക്കുക. എന്നിട്ട് എന്നെ നോക്കി തിരഞ്ഞു നടക്കുക. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയത് ഒരു 5 മണി 5:30 ആയപ്പോൾ വീട്ടിലെത്തി. ചേട്ടായി ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കിടക്കാനൊന്നും പോയില്ല. എന്നോട് രാവിലെ പള്ളി പോകാനായപ്പോഴത്തേക്ക് പറഞ്ഞു, നീ ഇച്ചിരി വെള്ളം വയ്ക്ക്, ഞാനും പള്ളിയിൽ പോയിരുന്നുണ്ട്, എനിക്കും പള്ളിയിൽ പോരണമെന്ന് പറഞ്ഞു. കാരണം ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പോയാൽ ഒരു പെരുന്നാളിന് ഇതാണ് എൻ്റെ ചേട്ടായി ആകെ പള്ളിയിൽ പോകുന്ന ദിവസങ്ങൾ. പക്ഷേ 2022 ഒക്ടോബർ മുതൽ ഇന്ന് വരെ ഒരു കുർബാന പോലും എൻ്റെ ചേട്ടായി മുടക്കിയിട്ടില്ല. അതേപോലെ തന്നെ പണി കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോകുന്നതാണ്, സെൻറ്ററിങ്ങിൻ്റെ പണിയാണ്. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണിയാവാണ് എൻ്റെ ചേട്ടായി വീട്ടിലേക്ക് വരികയില്ല. പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തിയ അന്ന് മുതൽ ഈ 1 വർഷവും 2 മാസവുമായി രണ്ടാമത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഇന്ന് വരെ എൻ്റെ ചേട്ടായി മദ്യപിച്ചിട്ടുമില്ല,
ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പേ എൻ്റെ ചേട്ടായി വീട്ടിലെത്തിയിരിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം പോകുന്നു. രണ്ടാമത്തെ ഒരു സാക്ഷ്യമെന്ന് പറയാനുള്ളത് എൻ്റെ രോഗത്തെക്കുറിച്ചാണ്. എനിക്കൊരു സ്കിന്നിൻ്റെ രോഗം ഉണ്ടായിരുന്നു. 26 വർഷമായി സ്കിന്നിൻ്റെ രോഗം തുടങ്ങിയിട്ട് പല ഡോക്ടർമാരെയും കാണിച്ചു. കോഴിക്കോട് കൊണ്ടുപോയി ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം, ഹോമിയോ ഇതെല്ലാം കഴിച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് ഏകദേശം പൂർണ്ണമായി മാറിയെന്ന് തോന്നിയാലും ഞാൻ മരുന്ന് നിർത്തി ഒരാഴ്ച, കൂടി വന്നാൽ 10 ദിവസം, 11ാം ദിവസം അതേപോലെ തന്നെ പഴയതിനും അധികമായിട്ട് രണ്ടാമതും വരും. രോമകൂപത്തിൽക്കൂടെയുള്ളൊരു തരം പഴുപ്പാണെന്നാണ് ഡോക്ടർ പറയാറുള്ളത്. ഫസ്റ്റിലെ വന്നത് നെറുകം തലയിലാണ്, പിന്നെ 2 കഷത്തിൽ, അരയിൽ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ രോഗം വന്നത്. ലാസ്റ്റ് കാലയിൽ പഴുത്ത് ഞാൻ ആദ്യമായിട്ട് 2020 ഇവിടെ വന്ന് ഈ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അന്ന് ഇതേപോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കോവിഡിനൊക്കെ മുമ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാല് നീട്ടിയിരിക്കാൻ പറ്റില്ല. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറപ്പാവുന്ന രീതിയിലുള്ളൊരു പഴുത്ത് വ്രണമായിട്ടിരിക്കുകയായിരുന്നു. കാലടി അടുപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല, ഭയങ്കര അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് വണ്ടി കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്കും നീരും വെച്ച് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ രോഗം പൂർണ്ണമായിട്ടും അമ്മ തന്നെ മാറ്റി തരണം. കാരണം ഈശോയോട് എനിക്ക് ചിലപ്പോൾ പറയാൻ യോഗ്യതയില്ലായിരിക്കും, എന്നാൽ അമ്മ അതിന് മധ്യസ്ഥം നിന്നുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ മധ്യസ്ഥം വഹിച്ച് എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറ്റി തരണേന്ന്. എന്നാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പുതുക്കി, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എനിക്കും എൻ്റെ രോഗം മാറുന്നില്ല. പക്ഷെ കുറേ കുറയുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും എൻ്റെ രോഗം മാറി കിട്ടുന്നില്ല. ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരം തന്നു. അച്ഛൻ ഇവിടെ ആൾക്കാരിൽ നിന്നുകൊണ്ട് എൻ്റെ ആ രോഗത്തിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞുപോയി. കാരണം അത്രയ്ക്ക് സമയം അച്ഛനിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് മാറുമായിരിക്കുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. കാരണം എൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുകയാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എത്ര വന്നു കഴിഞ്ഞിട്ടും എന്നോട് എല്ലാവരും പറഞ്ഞു, ജെസ്സി നീ മരുന്ന് മേടിക്ക്, കാരണം ഇത്രമാത്രം പഴുത്ത് വ്രണമായി കഴിഞ്ഞാൽ അത് മരുന്ന് മേടിക്കാണ്ട് നിനക്ക് മാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി വസ്തു മതി, കാരണം ഞാൻ വിശ്വസിക്കുന്ന ഈ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാതാവ് തന്നെ എനിക്ക് മാറ്റിത്തരും. കാരണം ഇനി ഞാൻ ഓരോ ദിവസവും എൻ്റെ രോഗം മാറാത്തപ്പോഴാണെങ്കിലും എൻ്റെ ഓരോ ആവശ്യങ്ങൾ നടക്കാത്തപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ കുറവുകളെ മാത്രമാണ് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇനി എന്നിൽ എന്താണ് മാറ്റം വരാനുള്ളത്, ഞാൻ ഓരോ ദിവസവും തിരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ കുറവുകളും ഞാൻ എന്നിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് എൻ്റെ കാലിൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു സ്കിന്നിൻ്റെ രോഗം ഇല്ല, പൂർണ്ണമായിട്ട് മാറിയതായിട്ട് തന്നെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ 2 സാക്ഷ്യങ്ങളാണ് എൻ്റെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഒരു 2-3 വീട്ടുകാരാണ് ഇവിടെ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. ഞങ്ങൾ മരിപ്പ് നടന്ന വീടുകളിൽ ചിലപ്പോൾ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വീടുകളിൽ തീരെ നിവൃത്തിയില്ലാതെ മക്കളെ ഞങ്ങളൊരു ദിവസം രാത്രിയിൽ ഒരു മരിപ്പ് നടന്ന വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ 7 മണിക്കായി അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. അവരാരും കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എണിച്ച് വരുന്നവരില്ല. ആ ചേച്ചി കഷ്ടിയൊന്ന് വന്നു. അപ്പോൾ ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഇല്ലാതെ അവർ അന്ന് പട്ടിണി കിടക്കുന്ന പോലെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ കയറി ചെന്നത്. പക്ഷേ ഞങ്ങൾ ആ കിറ്റ്, ഒരു 2000 രൂപേൻ്റെ കിറ്റാണ് ഞങ്ങൾ ഒരു വീട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ആ ഭക്ഷണ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ച് ആ മുറിയിലേക്ക് വെച്ചപ്പോൾ ആ മക്കളൊക്കെ എവിടെ നിന്നൊക്കെയായി എണിച്ച് ഓടി വരുന്നതെന്ന് അറിയത്തില്ല. അതിൽ നിന്ന് മക്കൾക്കുള്ള ഭക്ഷണ സാധനം ബേക്കറിയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതേപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പം അന്ന് മുതലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വീടുകളിൽ ഞങ്ങൾക്ക് പോകണമെന്നും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയത്. അതേപോലെ വൃദ്ധനായിട്ട് കിടക്കുന്ന വീടുകളിൽ ഞങ്ങൾ അങ്ങനെ സന്ദർശിക്കും. ഇതേപോലെയുള്ള ഭക്ഷണ കിറ്റുകൾ കൊടുക്കും. മാനന്തവാടി സമരിറ്റൻ ഭവൻ വൃത്തമന്ദിരവും പനമരത്തുള്ള നവജ്യോതി വൃത്തമന്ദിരവും ഞങ്ങൾ സന്ദർശിക്കും. അവിടെ രോഗികളെ പോയി അവരെ കുളിപ്പിക്കാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ സഹായിക്കും. അങ്ങനെയുള്ള സഹായങ്ങൾ, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഓരോ മാസവും എത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം എനിക്ക് ശരിക്കും മാതാവിൻ്റെ നേരെ മുമ്പിൽ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രി കിടക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എനിക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. ഞാൻ അമ്മേനെയൊക്കെ കാരണം 10 വർഷമായിട്ട് തളർന്നു കിടക്കുന്നത് എൻ്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് അമ്മേനെ എനിക്ക് തന്നെ എണിച്ച് ഒന്ന് കിടത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ഞാൻ അമ്മേനെ ഒരു കട്ടിലേക്ക് എടുത്ത് ഞാൻ അവിടെ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഉറങ്ങിയോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ മുന്നിൽ ഇതേ മാതാവിനെ കാണിച്ചു തരുന്നു. ഞാൻ ആശുപത്രിയിലാണെന്ന് എനിക്കറിയാം, ആശുപത്രിയുടെ ആൾക്കാർ നടക്കുന്നുണ്ടെന്നറിയാം, ഞാൻ ബോധം കെട്ട് ഉറങ്ങിയിട്ടില്ല എന്നറിയാം. പക്ഷേ എൻ്റെ മുമ്പിൽ മാതാവ്. പക്ഷേ അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ദൈവത്തോട് അടുക്കുവാനും ആത്മീയമായിട്ട് വളരുവാനും എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഒരനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ കെട്ടിയവന്
സുഖമില്ലാണ്ടായി. ഇവിടെ എറണാകുളത്താണ് താമസം, ഞങ്ങൾ വയനാട്ടിൽ ആയിരുന്നു. ഒരു ദിവസം 7:30 ആയപ്പോൾ എന്നെ വിളിച്ചു. ചേച്ചി ഓടി വാ, ചേട്ടായിക്ക് സുഖമില്ല, അറ്റാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, പെട്ടെന്ന് വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വയനാട്ടിൽ നിന്ന് ഓടിയെത്താൻ ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ അന്നേരം അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് മാത്രമേ ഉള്ളൂ, അമ്മേ എനിക്ക് എത്തണമെങ്കിൽ കുറേ താമസം എടുക്കും, അവിടെ രോഗിയായിട്ടിരിക്കുകയാണ്, അവിടെ ആശുപത്രിയിലാണോ വെന്റിലേറ്ററിലാണോ ICUയിലാണോ എവിടെയാണെന്ന് അറിയില്ല, അമ്മ അവിടെ ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ വിളിക്കുകയാണ്, ആശ്വാസമായി, ചേട്ടന് ആശ്വാസമുണ്ട്, അടുത്ത് വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റി, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ. നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ അമ്മേനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടുന്നത്. രണ്ടാമത് അതേപോലെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു എൻ്റെ അമ്മയുടെയും ചാച്ചൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ കൈക്ക് ഓരത്തിന് ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. എന്നും ഈ തളർന്നു കിടക്കുന്ന അമ്മയുടെ വലത് സൈഡ് മുഴുവൻ തളർന്നിരിക്കുകയാണ്, കൈ അനങ്ങില്ല. ഈ ഇടത് കൈയിലേക്ക് കുഴമ്പ് ഇങ്ങനെ പരട്ടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ ഇടത് കൈ കൊണ്ട് ചാച്ചൻ്റെ 2 ഷോൾഡറിനും തൂക്കുന്ന ഒരു രംഗം ഞാനിങ്ങനെ കാണുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളുകൊണ്ട് വിഷമം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഈ തളർന്നു കിടക്കുന്ന അമ്മേനെ എണിപ്പിക്കുകയും കിടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ചാച്ച മാത്രമാണ്, അവിടെ വേറെ ആരുമില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചാച്ചനും വരില്ല, കാരണം അവിടെ വീട്ടിൽ ടച്ച് വരാൻ പറ്റില്ല എന്ന് പറയും. ഞാനന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു, എല്ലാവരും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവരുടെ കൈ മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക, ഈശോയുടെ കൈയായിട്ട് അത് മാറും, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം പറഞ്ഞു. ഞാൻ അന്നേരം ഓർത്തു, തളർന്നു കിടക്കുന്ന എൻ്റെ അമ്മയുടെ ദേഹത്ത് ഈ കൈ വെക്കണോ അതോ എൻ്റെ അമ്മേനെ എടുപ്പിച്ച് നടത്താൻ കൈക്ക് വേദനയായിട്ടിരിക്കുന്ന എൻ്റെ ചാച്ചൻ്റെ ഷോൾഡറിൽ ഇത് കൈ വെക്കണമെന്ന് ചോദിച്ചു. ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ അടുത്ത് എൻ്റെ അമ്മേനെ എണിപ്പിച്ച് നടത്തണമെങ്കിൽ എൻ്റെ ചാച്ചനല്ലേ പറ്റുള്ളൂ. ചാച്ചൻ്റെ ഷോൾഡറിൽ ഞാൻ കൊണ്ടുപോയി ഈ കൈ എൻ്റെ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൈ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഷോക്ക് അടിക്കുന്ന പോലെയുള്ള അനുഭവങ്ങളുണ്ടായി. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചാച്ചനോട് ചോദിച്ചു, ചാച്ചന് എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ ചാച്ചൻ എന്നെ വീട്ടിലേക്ക്, ഞാൻ മാനന്തവാടി, അവർ ബത്തേരിയ. അപ്പോൾ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പറയാണ്, ജെസ്സി എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കൈക്ക് വേദനയില്ല, ഞാനിപ്പോൾ വേദന ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഭാഗത്ത് എടുത്ത് അത് കമ്പൊക്കെ ഒന്ന് മുറിച്ച് നോക്കി, ഈ കമ്പൊക്കെ ഒന്ന് മുറിച്ച് നോക്കി, എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ കൈക്ക് വേദനയൊന്നും തോന്നുന്നില്ല, എൻ്റെ കൈ സുഖപ്പെട്ടു എന്ന് തോന്നണമെന്ന്. അത് പിന്നെ ചാച്ചന് ഒരു വേദനയുണ്ടെന്ന് ഇതുവരെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുറേ അനുഭവങ്ങൾ, പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം നന്മകൾ ചെയ്ത മാതാവിനും ഈശോ തിരുകുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമായി എനിക്കിവിടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഭാഗ്യം തന്നതിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് രമ, പള്ളാതുരുത്തിയിൽ നിന്ന് വരുന്നു. ആലപ്പുഴ ജില്ല പള്ളാതുരുത്തിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഒരു കൃപാസനം പത്രം കിട്ടിയത്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് 2-3 പേരെയൊക്കെ കാണിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ അവരാരും മൈൻഡ് ചെയ്തൊന്നുമില്ല. എന്നാലും ഞാൻ ആ പത്രം സൂക്ഷിച്ച് വെച്ചിരുന്നു. 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി പേപ്പറും എല്ലാം 2019 ആ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. തീർച്ചയായിട്ടും എന്നായാലും കൃപാസനത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, കാശ് രൂപം നഷ്ടപ്പെട്ടു പോയവർക്ക് കാശ് രൂപം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ 2022 വന്ന് വീണ്ടും ഉടമ്പടി എടുത്ത് അങ്ങനെ എനിക്ക് കാശ് രൂപം കിട്ടി. ആ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥനാ നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ ഇളയ മകന് തുടർച്ചയായിട്ട് പനി ഉണ്ടാവുകയും മൂക്കിലൂടെ ബ്ലഡ് വരികയും അങ്ങനെ ഒരു മൂക്കിലൊരു ദശ വളർന്ന് മൂക്കിലൂടെ ബ്ലഡ് വരുന്ന അസുഖം കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു 5-8 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. തുടർച്ചയായിട്ട് പനി വരും, കൊണ്ട് കാണിക്കും, അതങ്ങ് മാറും. വീണ്ടും കൊച്ച് ഓടിച്ചാടി കളിച്ച് വരുമ്പോൾ വീണ്ടും മൂക്കിലൂടെ ബ്ലഡും വരും. പിന്നെ അങ്ങനെ ആയിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആ ഉടമ്പടി നിയോഗത്തിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിൽ ദശ വളർന്നതും തുടർച്ചയായിട്ട് ബ്ലഡ് വരുന്നതുമായ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. രണ്ടാമത്തതായിട്ട് എനിക്ക് പിന്നെ വർഷങ്ങൾ, അതായത് 20 വർഷമായിട്ട് ഞാൻ സാക്ഷ്യത്തിൽ എഴുതി കൊടുക്കാൻ മറന്നുപോയ ഒരു കാര്യമാണ്, എൻ്റെ ഇടത് ചെവിയിൽ ഡിസ്ചാർജ് ഉണ്ടായിട്ട് എനിക്ക് ദശ വളർന്ന് ചെവി കേൾക്കാൻ മേലായിരുന്നു, എൻ്റെ ഇയർ ബാലൻസ് തെറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് മരുന്ന് ENTയിലും എത്രയോ രാജേന്ദ്രൻ ഡോക്ടർ മുതൽ രാജൻ ഡോക്ടർ, അങ്ങനെ ഒരുപാട് ഡോക്ടർ, ശാന്തി ഡോക്ടർ, അങ്ങനെ ഒരുപാട് ഡോക്ടർമാരുടെ ചികിത്സയിലൊക്കെ ഇരുന്നപ്പോഴും എൻ്റെ ഈ അസുഖങ്ങളൊന്നും മാറുന്നില്ലായിരുന്നു. അങ്ങനെ ആ അസുഖത്തിനും വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഉടമ്പടി തൈലം എൻ്റെ ചെവിക്കകത്തും ചെവിയുടെ ഏരിയയിലും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ നാക്കിലും ഇങ്ങനെ തേക്കുമായിരുന്നു. അങ്ങനെ ആ അസുഖങ്ങളും എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ എൻ്റെ ചെവിയുടെ ഹോള് വലുതായിട്ട് ഉടമ്പടി തൈലം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെവിയുടെ പരിസരത്ത് പുരട്ടുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ചെവിയുടെ ദ്വാരമാണെങ്കിലും ചെറുതായിട്ടൊന്ന് അടഞ്ഞ് എനിക്ക് ഒരു കേൾവിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു.
അങ്ങനെ 2 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു. പിന്നെയാണെങ്കിൽ എൻ്റെ മൂത്ത മകന് അവൻ ബിടെക് കഴിഞ്ഞ് ആദ്യമായിട്ട് എഴുതുന്ന ഒരു PSC ടെസ്റ്റായിരുന്നു. അത് വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഒരു ലാസ്കർ തസ്തികയിലേക്ക്. അങ്ങനെ അവൻ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ദൈവമാതാവിനോട് മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, അവൻ ആദ്യം എഴുതിയ ടെസ്റ്റാണ്, അവന് ഒന്നാമത്തെ റാങ്കോട് കൂടി ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ തന്നെ അവന് ജോലിക്ക് കയറണമെന്ന് ഞാൻ മാതാവിനോടും തിരുകുമാരനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഡിസംബർ 18-ാം തീയതി എൻ്റെ മോന് ജോയിൻ ചെയ്തു. അതിന് ഇവിടെ വന്ന സാക്ഷ്യം, മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് അത്ര വലിയ ആഗ്രഹത്തോടാണ് ഞാൻ ഇവിടെ വന്നത്. അതിനായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. പിന്നെ 9 വർഷമായിട്ട് ഞങ്ങളുടെ അതിരുവേലി തർക്കം ഭയങ്കരമായിട്ട് നടക്കുന്ന സമയത്തും ഏതെല്ലാം പാർട്ടിക്കാർ വന്നാലും ഏതൊക്കെ വിധത്തിൽ വന്നാലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടായാൽ പോലും എതിർഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വേലി തർക്കം നിലനിൽക്കുന്ന പോലെ തന്നെ അങ്ങ് പോകുമായിരുന്നു. 9 വർഷമായിട്ട് ആ വേലിത്തർക്കം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പുരയിടത്തിൽ വെച്ച് കെട്ടാൻ തീരുമാനിച്ചാൽ പോലും കെട്ടിക്കത്തില്ല. അങ്ങനെയായിട്ട് ഞാനിത് സഖയായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ആ ഉടമ്പടി നമ്മുടെ നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുപോയി മതിൽ കെട്ടേണ്ട ഏരിയയിലേക്ക് വിതറിയതിന് ശേഷം 1 മാസത്തിനുള്ളിൽ മതിൽ കെട്ടി ഞങ്ങൾക്ക് കാര്യം സാധിക്കുവാൻ സാധിച്ചു. പിന്നെയാണെങ്കിൽ 2018 കഴിഞ്ഞ് 5 വർഷം കൃഷിയില്ലാതെ കിടന്ന ഞങ്ങളുടെ കുട്ടനാട്, ഞങ്ങളുടെ കൈനകരിയിൽ ആദ്യമായിട്ട് കൃഷി ഇറക്കി കൊയ്ത്ത് വന്ന സമയത്ത് ഞങ്ങളുടെ കുറച്ച് ഭാഗത്തേക്ക് വന്ന് 2-3 പാർട്ടിക്കാരുടെ പാടത്തോട്ട് കൊയ്ത്ത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയുടെ അന്തരീക്ഷവും, മഴ പെയ്യുന്നില്ല, കാർമേഘവും കൊണ്ട് മെഷീൻ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു ഇനി നാളത്തേക്ക് നമുക്ക് രാവിലത്തേക്ക് കൊയ്യാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ കയ്യിൽ കാശുരൂപം കൊണ്ടാണ് ഞാൻ കൊയ്യാനായിട്ട് പോയത്. ആദ്യം ഒരു വണ്ടി ഇറക്കി കൊയ്ത് കൊണ്ടിട്ട് വീണ്ടും ഭയങ്കര മഴക്കാറും കാറ്റും ഈ നെല്ലെല്ലാം പറന്ന് അടുത്തുള്ള ആ കൃഷിയില്ലാതെ കിടക്കുന്ന ആ ചാലിലേക്ക് പറന്നു പോകുമായിരുന്നു. ഞങ്ങൾക്ക് ചാക്കുവീരി കൊണ്ടൊന്ന് മൂടുവാനും പോലും പറ്റാഞ്ഞിട്ട് ഈ ചാക്കുവീരി കുട പോലെ അങ്ങ് പൊങ്ങിപ്പോകുന്നു. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെല്ലും കൂരിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയും തിരുകുമാരനെയും ഞാൻ അങ്ങ് മനസ്സറിഞ്ഞങ്ങ് വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് കുടയായിട്ട്, എൻ്റെ നിലത്തിന് കുടയായിട്ട് മാതാവ് നിന്ന് എന്നെ സമാധാനമായിട്ട് കൊയ്യിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൊയ്തെടുക്കാൻ പറ്റി. അന്തരീക്ഷം മാറി എനിക്ക് സമാധാനമായിട്ട് കൊയ്തെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യമാണ് ഈ ചെവിയുടെ വേദന ഉള്ളപ്പോൾ തന്നെയാണെങ്കിലും എനിക്ക് മുഖത്തിന് ഒരു ഇടതുവശം കണ്ട് ചൈനീസ് പടക്കം, ഇപ്പോൾ ഒരു പുതിയ സൈസ് പടക്കം ഉണ്ടല്ലോ, ചൈനീസ് പടക്കം പൊട്ടിത്തെറിക്കുന്ന കണക്ക് മുഖത്തിൻ്റെ ഒരു വശം ഇങ്ങനെ കുത്തി പറിച്ചുകൊണ്ട് പോകുന്ന കണക്കൊരു വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ മരുന്നുകൾ കഴിച്ചു, ന്യൂറോയിൽ കാണിച്ചു, ENT കൊണ്ട് കാണിച്ചു, പല്ലിന് കാണിച്ചു, സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്ത് എന്താണെന്നൊന്നും ഒന്നിനും അറിയാമല്ലോ. ലാസ്റ്റ് പിന്നെ ന്യൂറോയുടെ മരുന്ന് തന്നെ സ്ഥിരമായിട്ട് ലൈഫ് ടൈം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ 3-4 ഗുളിക എടുത്ത് തന്നെ പേഴ്സി വെക്കും. എപ്പോഴാണ് വേദന വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദനയിൽ എൻ്റെ കയ്യിൽ എന്തിനു ഉപാധിയായിട്ട് നമ്മുടെ പരിശുദ്ധാമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഗുളികകൾ എന്നെ മാതാവും മറപ്പിക്കുന്നതായിരിക്കും. കുറച്ചായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒന്നിടവിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ആ ഗുളിക കഴിക്കാതെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കാനും ഉപ്പ് പേസ്റ്റിനകത്ത് മുക്കി പല്ല് തേക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയായി എനിക്ക് നല്ല രോഗമുക്തി കിട്ടി. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് സകൃത ഹോസ്പിറ്റലിൽ പത്രം കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ പത്രം കൊണ്ടുവരുമായിരുന്നു. പത്രം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പൊതിച്ചോറും കൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി പൊതിഞ്ഞെടുക്കുന്ന ചോറിൽ ഞാൻ പാചകം ചെയ്യുമ്പോൾ തന്നെ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഇട്ട് ആണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിക്കുമ്പോഴത്തേക്ക് രോഗികൾക്കും ശാന്തി ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് നമ്മൾക്കറിയാമല്ലോ, തീരഭാവത്ത് അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിവുള്ള രീതിയിൽ 5000, 8000 അങ്ങനെ വെച്ച് ഞാനൊരു തൊഴിൽരഹിതയാണേലും എനിക്ക് മാതാവ് അതിനുള്ള വഴികളെല്ലാം കാണിച്ചു തരും. ഞാനങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സഹായം ചോദിച്ചു വരുന്നവർക്ക് ആദ്യമേ നാം ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവരുടെ വിവരങ്ങൾ തിരക്കി അവർക്ക് സഹായം കൊടുക്കും. സാമ്പത്തിക സഹായം ചെയ്യും, വസ്ത്രങ്ങൾ കൊടുക്കും. അങ്ങനെ എന്നാൽ കഴിവുള്ള രീതിയിൽ ഞാൻ സഹായങ്ങളെല്ലാം ചെയ്യും. തൊഴിലുറപ്പ് പോകുന്നുണ്ട്. അവിടെ നിന്ന് പരിസരത്തുള്ളവരുടെ രോഗവിവരങ്ങൾ കാണാൻ പോകും, രോഗികളെ സന്ദർശിക്കും, അവർക്കൊക്കെ തൈലം പുരട്ടി കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് ഉപ്പിട്ട് വെള്ളം കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട്